ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഓണമൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ ഓണത്തിന് നമുക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പറ്റിയ ഒരു സ്ഥലത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാനിതാ ഈ കടയിൽ നിന്നാണ് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാധാരണ കച്ചവടം മാത്രമല്ല കേട്ടോ, ഇതുപോലെ കല്യാണ പർച്ചേസിങ്ങിനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. കിഡ്നി രോഗികൾക്കും ക്യാൻസർ പേഷ്യൻറ്റിനും തികച്ചും സൗജന്യ യാത്ര നൽകുന്ന സിനു ട്രാൻസ്പോർട്ട് ബസ്സിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ കോഴിക്കോട് ലുലു മാളിൻ്റെ ഫ്രണ്ടിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബസ് ഇതാ നമ്മുടെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഓണാഘോഷ പർച്ചേസിങ്ങിന് ഇറങ്ങിയ ദിവസം കുഴപ്പമില്ല കേട്ടോ, മഴയൊക്കെ ഒഴിഞ്ഞ് നല്ല വെയിലുള്ള ദിവസം തന്നെയാണ്. ഇതാ നമ്മുടെ ഏട്ടനും പെണ്ണും ഒക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ കടയിലേക്ക് പോകേണ്ട വഴിയാണ് ഞാൻ പറയുന്നത്. നമ്മൾ കോഴിക്കോട് ചെന്ന് ബസ് ഇറങ്ങി നേരെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഓവർ ബ്രിഡ്ജ് കാണാം, നമ്മുടെ സ്റ്റേഡിയം ജംഗ്ഷനിലേക്ക് പോകുന്നത്. അവിടുന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ തന്നെ നമുക്കിതാ ഈ ഒരു ബിൽഡിങ് കാണാം. അപ്പോൾ കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഇതാ ഇവിടേക്ക് നിന്നാണ് ഡ്രസ്സ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ കോണി വഴി മേലേക്ക് കയറിയാൽ നമുക്കിതാ കാണാൻ കഴിയും അഭിഷേക് കളക്ഷൻസ്. ഈ കടയിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ പെണ്ണും ഇവിടെ ഇരിക്കുന്നുണ്ട്. നമുക്കെന്താ വേണ്ടേ? പാവാടേ, പട്ടുപാവാടേ. അപ്പോൾ പെണ്ണു ഇതാ ഇവിടെ ഒരു സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട്. നമ്മൾ പർച്ചേസിങ്ങിനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മുൻപ് ചെയ്ത വീഡിയോയിലുള്ള പട്ട് പോലത്തെ സ്വഭാവമുള്ള നമ്മളെ ലക്ഷ്മി ചേച്ചി. ഇന്ന് തിരക്കാട്ടോ, കാരണം വേറെ കസ്റ്റമർ ഉണ്ട്. അപ്പം നമുക്കിന്ന് വേറെ നിഷ ചേച്ചി എന്നൊരു ചേച്ചിയാണ് നമ്മളെ ഫോണിൽ അറേഞ്ച് ചെയ്ത് തന്നിട്ടുള്ളത്. ചേച്ചി നമ്മൾ പറഞ്ഞത് പ്രകാരം കുറച്ച് മുണ്ടും അതുപോലെ ബ്ലൗസും പീസൊക്കെ കളർ മാച്ച് ചെയ്ത് കൊടുക്കുന്നത് തരുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഈ കട സെലക്ട് ചെയ്യാൻ തന്നെ കാരണം വസ്ത്ര വ്യാപാര രംഗത്ത്, അതായത് 25 വർഷത്തോളമായിട്ട് ഇവർ ഈ ഹോൾസെയിൽ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മളാരും ഈ അഭിഷേക് കളക്ഷൻ്റെ ഒരു പരസ്യം പോലും നമ്മൾ കണ്ടിട്ടില്ല. അതാണ് ഇതിൻ്റെ വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനും കാരണം. അഭിഷേക് ടെക്സ്റ്റൈൽസിൻ്റെ ഓണർ സേതുട്ടനാണ് ഈ ഓടി നടക്കുന്നത്. വളരെ വ്യത്യസ്തനായ ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മളൊരു ടെക്സ്റ്റൈൽസ് ചെന്ന് കഴിഞ്ഞാൽ ക്യാഷ്യറിൽ ഓണറിങ്ങിലിരിക്കും പൈസ മേടിക്കാനായിട്ട്. പക്ഷേ ഇദ്ദേഹം നമ്മളെ കൂടെ, അതായത് ഓരോ കസ്റ്റമറുടെ കൂടെയും ഇദ്ദേഹം എത്തും. അതാണ് വളരെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ 3 വർഷമായിട്ടും ഇവിടെ തന്നെ സാധനം പർച്ചേസ് ചെയ്യാനും കാരണം. തൊട്ടടുത്ത് നമ്മളെ വെന്നൂർ ഒത്തിരി റെഡിമെയ്ഡ് ഷോപ്പ് ഉണ്ടെങ്കിലും അവിടുന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിന് 1/3 ഭാഗം മാത്രമേ നമുക്ക് പൈസ വരുന്നുള്ളൂ. ഓണത്തിനുള്ള സെലക്ഷൻ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാനായിട്ടുള്ളതാണ് എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ കണ്ടൊരു കാഴ്ചയാണ് ഇത്. കണ്ടില്ലേ, ഒത്തിരി പേര് താഴെ ഇരുന്ന് അവർ ചർച്ച ചെയ്തിട്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കല്യാണ പർച്ചേസിംഗ് ആണെന്ന് തോന്നുന്നു. നമുക്ക് ചോദിച്ചു നോക്കാം. ഇത് കല്യാണ പർച്ചേസിംഗ് ആണോ? ആരാ പെണ്ണാരാ? ഓക്കെ. അപ്പം ഞാൻ വിചാരിച്ച പോലെ തന്നെ അവരൊരു കല്യാണ പർച്ചേസിങ് തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സെലക്ഷൻസ്. ഒത്തിരി ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ബ്രൈഡൽ സാരി സെറ്റപ്പുകളാണ്. ഇതൊരു ഹോൾസെയിൽ ഷോപ്പാണെങ്കിലും നമുക്ക് പാക്ക് പൊട്ടിച്ച് കാണിച്ചു തരുന്നതിന് ഒരു മടിയില്ല. അതാണ് ഇവിടുത്തെ പ്രത്യേകത. സ്റ്റാഫുകൾ അത്രയും നല്ല പെരുമാറ്റമാണ്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ഇവരുടെ തന്നെ റെഡിമെയ്ഡിലേക്കാണ്. ഇതിന് തൊട്ട് മേളിലായിട്ടുള്ള നിലയിലാണ് അമൃത റെഡിമെയ്ഡ്സ്. ഇത് റെഡിമെയ്ഡ്സ് സെക്ഷൻ്റെ കാഴ്ചകളാണ്. കഴിഞ്ഞ ഓണത്തിന് നമ്മൾ ഇവിടുന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 10,000 പേര് കണ്ടൊരു വീഡിയോ. അന്ന് ഈ ചേച്ചി ഉണ്ടായിരുന്നു നമ്മളെ കൂടെ. കുറച്ചൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ 2 വീട്ടിലേക്കായിട്ടുള്ള ഏകദേശം എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബില്ലാക്കി ഇറങ്ങുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ സംഭവം എന്ന് വെച്ചാൽ, പഴമക്കാർ പറഞ്ഞ പോലെ കാണം വിറ്റിട്ട് വേണ്ട ഇന്ന് ഓണം ഉണ്ണാനായിട്ട്. നമ്മളെ കയ്യിലുള്ള കുറഞ്ഞ പൈസ കൊണ്ട് ഉഷാറായിട്ട് നമുക്ക്
ഓണം ആഘോഷിക്കാം. അപ്പോൾ ഇവിടുന്ന് ഇതാ നേരെ താഴെ ഇറങ്ങി 13 രൂപ ടിക്കറ്റ് എടുത്ത് നമ്മൾ ഇനി റെയിൽവേയിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് ഒരു ഫുഡ് കഴിച്ചിട്ടോ, നാടൻ ചോറും മീൻ പൊരിച്ചതായിരുന്നു. അത് നല്ല പൈസ ആയിട്ടുണ്ട്. ഏകദേശം നമ്മൾ ഡ്രസ്സ് വാങ്ങിയ പൈസ ഇതിനായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ റെയിൽവേയിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഇതാ നേരെ നമ്മൾ തിരൂരേക്കാണ് പോകുന്നത്. അപ്പോൾ 50 രൂപയാണ് നമുക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത്. അപ്പോൾ പെണ്ണു നല്ല ഉറക്കത്തിലാണ്, അധികം തിരക്കൊന്നുമില്ല. അങ്ങനെ നമ്മളിതാ തിരൂർ എത്താറായിട്ടുണ്ട്. അപ്പം പർച്ചേസ് ചെയ്യാനായിട്ട് 2 ഗതാഗത മാർഗ്ഗങ്ങളാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങോട്ട് പോകും ബസ്സിനും തിരിച്ച് ട്രെയിനുമായിട്ട്. അപ്പോൾ നമ്മളിതാ തിരൂർ എത്തിയിട്ടുണ്ട്. അപ്പം ഞാനെന്താ പറയുന്നത് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആ പൈസ കൊണ്ട് നമുക്ക് ഓണക്കോടിയും ഓണസദ്യയും ആകും. ഓണം മാത്രമല്ല കേട്ടോ, കല്യാണങ്ങൾക്കുമൊക്കെ ഈ അഭിഷേക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഓണക്കാലം പർച്ചേസിങ്ങിനായിട്ട് നിങ്ങൾ അഭിഷേകം ഒന്ന് തിരഞ്ഞെടുത്ത് നോക്കൂ. എന്തായാലും നിങ്ങൾക്ക് നഷ്ടമില്ല. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ.